ദേശാഭിമാനിയായിട്ടുള്ള കേസ് എവിടെത്തി? അത് 1, 2, 3 പറഞ്ഞ് നിക്കുക, പട്ടപൂജ്യത്തിൽ നിക്കുക. കേസ് നടക്കണ്ട്. സാക്ഷികളെയൊക്കെ വിളിക്കണ്ടേ? എന്നാ ഒരു പ്രാവശ്യം വിളിച്ചോളൂ, മൊഴിയെടുക്കാൻ മാത്രം വിളിച്ചു. സ്റ്റേറ്റ്മെന്റ് മൊഴിയെടുത്തു. പിന്നെ എന്നാ തടഞ്ഞായിരുന്നു കലാസക്കോട്ടിന്, CPM തടഞ്ഞു. അപ്പൊ ഞാൻ സത്യത്തിൽ സമരത്തിന് പോയതല്ല, കലാസക്കോട്ടിന് ഞാൻ ആർക്കും പോയതല്ല, ആശുപത്രി പോയത് കണ്ണിന് സുഖമില്ല. അപ്പൊ മരുന്ന് മേടിക്കാൻ ചെല്ലുമ്പോ ഇവിടെ എല്ലാം തടസ്സമാണ്. അപ്പൊ 4 മണി കഴിഞ്ഞ പിന്നെ ആശുപത്രിയിൽ പോയിട്ട് സമയമില്ല, നേരം പോയി. തിരിച്ചു പോന്നപ്പോ എൻ്റെ പുറകെ 2 പേര് ഓടിയെത്തി. നിങ്ങൾ കോൺഗ്രസിന്റെയും BJPയുടെയും കൊടി പിടിക്കാൻ പോയതാണ്. ഞാൻ പറഞ്ഞു, നീ പറ ആരെയോ കൊടി പിടിക്കണ്ടേന്ന്. നിങ്ങൾ പറയുന്നിടത്ത് പിടിക്കാൻ പറ്റിയതാണെങ്കിൽ പറ്റിയെന്ന് പറയും. അവർ 5-6 തെറി പറഞ്ഞത് നേരം വേണ്ട പരാതി കൊടുക്കാനും പോന്നു. രാവിലെ പോയി പരാതിയും കൊടുത്തു. പരാതി കൊടുത്ത് പോലീസുകാരും SI ഒക്കെ ചെന്ന് പറഞ്ഞപ്പോൾ ഈ CPM പറഞ്ഞ SIയോട് അടിച്ച് പല്ലുകളയുന്നു. അവരാ കോടതിയിലേക്ക് അറിഞ്ഞു വെച്ചു. ഇവിടെ വന്ന് എൻ്റെ മൊഴിയൊക്കെ എടുത്തു. ആ മൊഴി കിട്ടി എനിക്കൊരു സമൻസ് തന്നു. ഞാൻ പോയി കോടതി. വല്ലവരും പോനാ കൂടെ, എനിക്ക് എൻ്റെ ആവശ്യമില്ല. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഈ റോഡ് നടക്കാൻ പള്ളടി ഉണ്ടാകും. പിണറായി ഉണ്ടാകണം ഇന്നുള്ള റോഡായത്. പിന്നെ പിണറായിയുടെ കൊണ്ടുള്ള എന്നെ തടയേണ്ട കാര്യമുണ്ടോ? അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ തടയും? ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ഇങ്ങനെ മരുന്ന് മേടിക്കാൻ പോകും, മൊഴിയിട്ടു. അപ്പം കോടതി അന്ന് കുറച്ച് ആൾക്കാരുണ്ടാവും, വക്കീലന്മാരൊക്കെ എന്നെ അറിയണതാണ്. അപ്പം എന്നെ ഒരു ഓഫീസിൽ കയറ്റി കഴിഞ്ഞ് എന്നെ വിളിച്ച് ഞാൻ വേഗം കയറിച്ചു. ചെറുപ്പക്കാരനമ്മ ഇത്രയായിട്ട്. അപ്പം ഞാൻ എല്ലാം പറഞ്ഞു, കൊടി പിടിക്കണ കാര്യമൊക്കെ പറഞ്ഞു. എന്നെ തെറി പറഞ്ഞു. അപ്പം അവർ പറഞ്ഞ പോലെ എനിക്ക് പറയാൻ സ്ഥലം ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, എനിക്ക് എങ്ങനെയാ പറയണേ, ആ പറഞ്ഞ പോലെ പറയണമെന്ന്. ഞാൻ ആ പറഞ്ഞ പോലെ പറഞ്ഞു. തെറി അതുപോലെ മൊഴിയെടുത്തു. അത് വരുമായിരിക്കും. ഒരു സീപ്ലെയിൻ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അതെ വെള്ളത്തിൽ ഇറങ്ങുന്ന. ഞാൻ കണ്ടായിരുന്നു എറണാകുളത്ത്. മുമ്പ് ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന സമയത്ത് അത് വലിയ പ്രശ്നം എന്നിട്ട് തടഞ്ഞ ആൾക്കാരാണ് ഇപ്പം അത് കൊണ്ടുവന്നിരിക്കുന്നത്. അതെ, അവർക്ക് എന്തും ചെയ്യാന്നേ. അവർക്കെന്ന് പറഞ്ഞാൽ ഗുണ്ടകൾ ഈ കോൺഗ്രസിലും BJPയിലും ഇങ്ങനെ അഴിഞ്ഞാട്ടുന്നവരില്ല. ഇവർ ഏത് വാഴത്തുറുപ്പിലും കയറും. വാഴത്തുറുപ്പായാലും വേണ്ടല്ല, വാഴ പറിക്കാത്ത ഒന്നോടത്ത് നടുക, അങ്ങനെ രണ്ടും കെട്ട് കിടക്കുന്ന BJPക്കാരും അങ്ങനെയുള്ളവരല്ല. കോൺഗ്രസും ഈ രണ്ടും കെട്ട് അഴിഞ്ഞാടി എന്ന് പറഞ്ഞാൽ ഈ അങ്ങാടിയൊക്കെ നടന്ന പിണറായിയൊക്കെയാ. അന്ന് മന്ത്രിയും കുതിരയും ഒന്നും അല്ലല്ലോ. ഗോവിന്ദനൊക്കെ ഈ അടിമാലികടെ വന്ന് കമ്മിറ്റിയും കൂടി കൊടി പിടിച്ച ആൾക്കാരെ ഇപ്പം മന്ത്രി. ആ കസേര വലിച്ച തള്ളിയ മന്ത്രിമാരെ അല്ലാതെ ഒരെണ്ണം ഉണ്ടോ? കൃഷ്ണൻകുട്ടിക്ക് ഉണ്ടോ? അല്ല, മാന്യന്മാർ ഒരെണ്ണം ബാലനോ? ഇവരുടെ കൂടെ ചങ്ങാതിയായിട്ട് നടന്ന് അവരുടെ മേടിച്ചും തിന്ന് നോട്ടീസും വെച്ചോണ്ട് നടന്ന ബാലൻ പറഞ്ഞതിന് വല്ല അർത്ഥമുണ്ടോ? ആരെ കേൾക്കണേ? പൊതുജനൊന്നും കേൾക്കുന്നില്ല. ബാലന്റെ വിചാരം മുഴുവൻ അച്ചടിച്ചെടുക്കുക ജനങ്ങളെന്ന്. അവനെ മനുഷ്യൻ കാണാവോന്ന് അറിഞ്ഞിട്ട് വേണ്ട. ഇഷ്ടമുണ്ടോ? ഞാൻ പറയട്ടെ, ഞങ്ങൾക്ക് ഇവിടെ ഇനിയുള്ള കാര്യം. ഇപ്പൊ ഞാൻ BJP പോയത് ശരിയാ, പാർട്ടിയായിട്ട് പോയതല്ലല്ലോ. അപ്പൊ നമ്മൾ വന്നു പാർട്ടിയായിട്ടാണ് പറഞ്ഞത്. അതുപോലെ പോയി എന്നെ ക്ഷണിച്ചു, ഞാൻ പോയി. എനിക്ക് അവരുടെ സഹായമൊക്കെ എത്തി. ഞാൻ സുരേഷ് ഗോപിയുടെ കല്യാണത്തിന് പോയി, പ്രധാനമന്ത്രി വന്നപ്പോൾ പോയി. ഞാൻ പകല് BJP, രാത്രി കോൺഗ്രസ്. അപ്പൊ ഞാൻ എവിടെയെല്ലാം ഇതുപോലെ പിടിപ്പിക്കാൻ നടന്നിട്ടുണ്ട്, ആരെയെല്ലാം കട്ടുകയില്ലെന്ന് നടന്നിട്ടുണ്ട്. എനിക്ക് ഞെളിഞ്ഞു നോർത്താനോ ആരെയും 10 പൈസ പറ്റില്ല. എനിക്ക് എല്ലാവരും പാർട്ടിക്കാർ അറിഞ്ഞു തന്നതല്ല. അറിഞ്ഞെന്ന് പറഞ്ഞാൽ എല്ലാ പാർട്ടിയില്ല, കോൺഗ്രസും BJPയും തന്നില്ല എന്ന് ഞാൻ പറയില്ല. അവർ തന്നു. അവരല്ലേ ഈ വീട് കെട്ടിത്തരാം. BJPക്കാര് കോൺഗ്രസ്, BJP എന്നാ സഹായിച്ചു? വീടിനല്ല, കോൺഗ്രസ് വീടുണ്ടായി തന്നു. അവരെല്ലാവരും സഹായം. എനിക്കിപ്പോ പ്രധാനമന്ത്രിയുടെ അടുത്ത് പോകാൻ ഒരു വഴി ഉണ്ടാക്കി തന്നത് സുരേഷ് ഗോപിയാണ്. എനിക്ക് എന്നെ ഒരു മുഖപക്ഷയില്ലാതെ സ്നേഹിച്ചു കൊണ്ടത് BJPയാണ്. കോൺഗ്രസ്സുകാർ പരിപാടി കഴിയുമ്പോൾ തള്ളിക്കളയും. ഒരു മീറ്റിങ്ങിന് വിളിച്ചു. ആ പരിപാടി കഴിഞ്ഞാൽ ഇങ്ങോട്ടാ പോയെന്ന് അവർക്ക് അറിയേണ്ട കാര്യം. അതാണ് അവർക്ക് ഈ പരാജയം. അല്ലെങ്കിൽ ഒരാളെ കൊണ്ട് അവരെ വീട്ടിലെത്തിക്കണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും എത്തിക്കണമെന്നൊരു വിചാരം ഇവർക്കില്ല. ഉള്ളത് എനിക്ക് പറയാതിരിക്കാൻ പറ്റിയല്ല. ശരിയാണോ? ആ ആളെ കൊണ്ടുപോയ ഈ ശത്രുവിൻ്റെ അടയ്ക്കാൻ പോയിച്ചു വന്നേന്ന് വെക്കണം. അവരെത്തിയോ ഇല്ലെന്ന് ഇവർക്ക് അറിയേണ്ട കാര്യം. ഇപ്പം ദിവ്യയാണല്ലോ കഥാപാത്രം. അവള് കഥാപാത്രം. അവള് ഉണ്ണിയാർച്ചയാണ്. ഉണ്ണിയാർച്ച എന്ന് പറഞ്ഞാൽ ഞങ്ങളെ അംഗത്തിന് പോകുമ്പോ കണ്ണപ്പനോട് പറയും, പോകണ്ട, ഞാൻ പൊക്കോളാം. കാരണം 10,000 ആൾക്കാർ വന്നോട്ടെ, ഞാൻ മതി എന്ന് പറയും ഉണ്ണിയാർച്ച. അപ്പൊ അവള് 10,000 എന്ന് പറയുമ്പോ പിണറായിയുടെ പോലീസില്ല. ഈ ഉണ്ണിയാർച്ച ഇതിനൊന്നും പോവോ? ഈ പിണറായിയുടെ ഗുണ്ട ഈ ഉണ്ണിയാർച്ചയ്ക്ക് ഈ പിണറായിയുടെ എല്ലാ കാവലും കാര്യങ്ങളും ഉണ്ട്. അതിന് ഗുണ്ടകളെ ഒക്കെ വിട്ട് SFIക്കാരുണ്ടാവും. അവൾക്ക് ഇവരെല്ലാം ചുറ്റുമുണ്ടാവും. പിന്നെ അവൾക്ക് പേടിക്കാൻ ആ കളക്ടർ എന്തിനാ മൂക്കെ മാന്തിയിരുന്നത്? അവൾ ഇതുപോലെ വൃത്തിയോട് പറഞ്ഞപ്പോൾ ഈ കളക്ടർക്ക് പറയുമ്പോഴേ പാടില്ല. ആ കളക്ടർ മിണ്ടിയോ?
മൂക്കെ ചൊറിഞ്ഞുകൊണ്ടിരുന്നത്. ആ ചൊറിച്ചിലിന് അർത്ഥമുണ്ട് പറഞ്ഞോട്ടെ എന്ന്. ആ ചൊറിച്ചിൽ നല്ല ചൊറിച്ചിലൊന്നുമല്ല, അവള് പറഞ്ഞോട്ടെ എന്ന് ഉദ്ദേശിച്ചാണ് ഈ കളക്ടർ. ഈ കളക്ടറും അതിന്റെ വില്ലനാണ്. അവൻ അതിന്റെ പങ്കുണ്ട്, അവന് നല്ലൊരു കാശ് കിട്ടിയിട്ടുണ്ട്. ഈ പെട്രോൾ പമ്പുകാർ കാശ് കൊടുക്കുന്നുണ്ട്. അതാണ് മൂക്കെ ചൊറിഞ്ഞത്. ആളാ പറഞ്ഞേച്ച് അവൾ ആവശ്യം പോലെ പറഞ്ഞേച്ചല്ലേ അടിച്ചു പോയത്. അപ്പൊ ഇയാൾക്ക് പറയാൻ പാടില്ലേ. ഇന്ന് വരെ പിണറായി വിജയൻ ADMന്റെ വീട്ടിലേക്ക് വിളിക്കുകയോ അവരെ സമാധാനിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. അത് എന്തിനാന്ന് വിളിക്കാം. അപ്പൊ അയാള് എവിടെയാ പോയേക്കണേ? അയാൾ പോകാൻ നോക്കാണ് നിരന്ന് പാനാ സാധുള്ളൂ. അവിടെ എല്ലായിടത്തും യുദ്ധം വെട്ടണോടത്തെല്ലാം ഒരു പിണ്ടായി അവിടെയെല്ലാം എത്തും. അങ്ങനെയൊന്നും പറയണ്ടേ. ഈ ഗുണ്ടകൾ നടക്കുന്നിടത്തെല്ലാം പിള്ളേരെ കിട്ടിയ അവിടെ എല്ലാം അവർക്ക് എന്ന് ഒന്നാമത്തെ തന്നെ. ഇനി ഇപ്പൊ ആമ്പിള്ളേരെ പീഡിപ്പിച്ച കണ്ടായിരുന്നു CPM-കാര്. മാലയിട്ട് 3 ആമ്പിള്ളേരെ, 2 ആമ്പിള്ളേരെ ഏരിയ കമ്മിറ്റി കഴിഞ്ഞു വരുവാണ്. ഭയങ്കര അത്ഭുതം കാണിക്കാമെന്ന് പറഞ്ഞു ഈ പിള്ളേരെ വിളിച്ചോണ്ടേ. പിള്ളേരെ ഔഷധിയായി അവരെ ആശുപത്രിയിൽ കൊണ്ടാക്കി അവരെ കാരണന്മാർ കോടതിയിൽ ഹാജരാക്കി. എനിക്കറിയാൻ പാടില്ല. പിന്നെ വോട്ടിൻ്റെ അന്ന് MP-മാരാ തെരഞ്ഞെടുത്തപ്പോൾ ഒരു കുട്ടി ഓഫീസറാണ് ആ കൊച്ചിനെ പീഡിപ്പിച്ചത്, ഏരിയ കമ്മിറ്റി സെക്രട്ടറി. അപ്പൊ 3ആയോ? അപ്പൊ ഇനി പിണറായിയുടെ കൊണ്ടകൾ ഇനി ആമ്പിള്ളേരെ കെട്ടിയാൽ മതി. പെണ്ണങ്ങളുടെ ആവശ്യം അവർക്കില്ല CPM-കാർക്ക്. ഇനി ആമ്പിള്ളേരെ അവർ കെട്ടിയാൽ മതി. കാരണം എൻ്റെ കണ്ണി കണ്ടു 3. ബാക്കി എന്തോരം ഉണ്ട് പറയാൻ പറ്റുമോ? പിന്നെ കോളേജ് നടന്നോ അവൻ്റെ എന്നാ സിദ്ധാർത്ഥൻ. ആ കുട്ടിക്ക് കാരണന്മാര് തുണി മേടിച്ചു കൊടുത്തു. ഇവര് പറയണ പൊന്നരഞ്ഞാണ് ആരെ കടപ്പുണ്ടെന്നാണ് പറയും ഈ കൊച്ചിന്റെ. അപ്പൊ ഇവര് ഇത്രയും കാട്ടിയിട്ടും പൊന്നരഞ്ഞാണം കാണാതിരിക്കുമ്പോ പിന്നെ അതിന് തുണി കൊടുക്കാൻ പാടില്ലേ? അതിന് കൊല്ലന്റെ ആവശ്യമുണ്ട്. അതിന് 2 കൊല്ലം പിന്നെ വേറൊരു കൊച്ചിന് അതുപോലെ ഒന്നു. അതിന്റെ അമ്മേനെ വനിതാ പോലീസ് ആ കോളേജിന്റെ ചുറ്റും കയ്യെ പിടിച്ച് വരച്ചോണ്ട് നടക്കണേ ഞാൻ കണ്ടതാ. ഇവര് ചെയ്യാത്ത പിന്നെ ഇവര് അതുപോലെ അമ്മ ആ കൊച്ചിന്റെ അമ്മേനെ കൊണ്ടായിട വനിതാ പോലീസ്. അതുപോലെ നമ്മുടെ ഈ ഇവിടെ ആ സ്ഥലം മറന്നു ആലപ്പുഴ മഞ്ഞക്കല്ല് കുഴിച്ചിട്ടു. ആ മഞ്ഞക്കല്ല് കുഴിച്ചിട്ട് കഴിഞ്ഞപ്പോ ഇവർ കല്ലുകൾ ധാരാളം കുഴിച്ചിട്ട് പറഞ്ഞു. ആ പിള്ളേര് കൊച്ചങ്ങളൊക്കെ വീടുണ്ടോ അടുപ്പിലൊക്കെ കുഴിച്ചിരുന്നെ. അത് കഞ്ഞി കുടിക്കണ്ടേ. ഒരാങ്കൊച്ച് ചങ്കത്തടിച്ച് കയറി ഒരു പെങ്കൊച്ചിനെ കാലയെ പിടിച്ച് വെച്ചോണ്ട് നടക്കും. കാലയെ പിടിച്ച്. അപ്പൊ ഇവര് മഞ്ഞക്കല്ല് കോൺഗ്രസിന്റെ നേതാക്കന്മാർ എല്ലാ പാർട്ടികളും ഒരു 8-10 പോലീസുകാരുടെ മുമ്പിൽ കയറി ഒരുത്തന്റെ ചങ്ക കയറിയിരിക്കണുണ്ട്. അതാരാന്ന് പറയാം? CPM-മാർ. ഈ പിണറായി സ്റ്റോക്ക് ഉണ്ട് ഇവർക്ക് ഈ പോലീസിന്റെ വേണ്ടിപ്പോ കണ്ണൂരിൽ നിന്ന് വന്ന പാർട്ടി അത് ഈ CPM-മാർ. അവരാണ് ആ ചങ്കത്ത് കയറി വന്നത്. അറിയാ ഈ ഗുണ്ടകളെയും പോലീസുകാർക്ക് കൊണ്ടാടപ്പുണ്ടായിരിക്കും അവിടെ. ആ പിണറായി അറിഞ്ഞു വിട്ടേക്കണാണല്ലോ അല്ലേ? പിണറായി കണ്ടിട്ടില്ലേ അതൊന്നും. അപ്പൊ വണ്ടിയിൽ വെച്ച ഒരു പട്ടി അടിയില്ലേ, ഒരു പട്ടി വണ്ടിയിൽ അടി. ആ പിള്ളേരെ അച്ചൂടും മുച്ചൂടും ഇപ്പൊ ഈ പിണറായി പറഞ്ഞു എനിക്ക് മാലക്കണ്ണാന്ന്. അപ്പൊ മാലക്കണ്ണാണ് അയാൾ വലിയ ആശുപത്രിയിലും പോട്ടെ. ഇത് ഇത്രയും വലിയ ആളെ കല്ലിന് കണ്ടിട്ട് ഇയാളുടെ വണ്ടിയിൽ നിന്നൊരു പട്ടി അടി തല്ലിയിട്ട് ഈ പിണറായി കണ്ടില്ല അല്ലേ? ആ പട്ടി ഒന്നാം പ്രതിയാന്ന് പറയണ കേട്ടു എങ്ങനെയാവും നമുക്ക് അറിയില്ല. അടുത്ത കാലത്ത് ഒരു കൂട്ടിമുട്ടിയല്ലോ. പിന്നെ ഒന്നത് അതുപോലെ എന്തോരം പിള്ളേരെങ്ങനെ പിണറായി കണ്ടില്ലെന്ന് എന്നതായി പറഞ്ഞേ. ഞാൻ പറഞ്ഞ ഇങ്ങനെയൊക്കെ ഒന്നത് ഞാൻ നോക്കിയിട്ട് നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റുമല്ലേ. ഇനിയിപ്പം നീ എല്ലാം കോൺഗ്രസിൻ്റെ സതീശിൻ്റെ അല്ലെങ്കിലൊക്കെ ഞങ്ങളോടൊക്കെ പറയട്ടെ, നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് എൻ്റെ പറഞ്ഞതെന്ന്. ഈ വണ്ടിയും കൊണ്ട് ഇത് വരാൻ പാടില്ല. റോഡിന് വീതിയില്ലേ പൊതു ജനങ്ങളോട് ചോദിക്കാം എൻ്റെ പറഞ്ഞ ഇങ്ങനെയുണ്ട് നല്ലതാണ് എന്ന് ഈ ജനങ്ങളോടൊന്ന് ചോദിച്ചാൽ തന്നെ പിണറായിക്ക്. അല്ല അവൻ്റെ ഗുണ്ടയ്ക്ക് ബാലിനൊക്കെ വെറുതെ ഇരിക്കുകയല്ലേ. 3 ലക്ഷം 4 ലക്ഷം ഈ പൊതുജനങ്ങളെ കാശല്ലേ കീശയിലിട്ടുകൊണ്ട് കിടക്കണേ. ഈ പെൻഷൻ തന്നെ ഈ 3 ലക്ഷം 4 ലക്ഷം. അതുപോലെ അന്തരക്ക് വിറ്റ കൊച്ച് നല്ലൊരു കോടികൾ കിട്ടിയിട്ടുണ്ട്. കപ്പലേലാണ് വന്നതെന്ന് പറഞ്ഞ കാശ്. ആ കപ്പലേൽ വന്നാണ് ഈ കോൺഗ്രസ്സുകാർ എടുക്കുന്നത്. അപ്പൊ ഈ CPM-മാർ ഈ കൊച്ചിനെ വിറ്റ കാശും കോൺഗ്രസിന്റെ കയ്യോ തന്നെ എങ്ങനെയാ? പിണറായി വിറ്റതല്ലേ. പിണറായിയും കൊണ്ടകളും വിറ്റ കാശ് കോൺഗ്രസിന്റെ കയ്യോ തന്നെ കപ്പൽ വഴിയല്ലേ വന്നത്. കപ്പൽ വഴി വന്നപ്പോ അവിടത്തേനും അവിടെ പോലീസ് കാവല് നിന്ന് ആംബുലൻസിന് പിണറായിയുടെ വീട്ടിലേക്കല്ലേ എത്തിക്കണത്. ആ ഇടയ്ക്ക് ഒരു തൊഴുത്ത് വളർന്നതായിരുന്നല്ലോ. ആ തൊഴുത്തിന്റെ അടിയിൽ ഉണ്ടെന്ന് എന്റെ വിശ്വാസം മുഴുവൻ. ഒരു 50 ലക്ഷം രൂപ ചെലവാക്കി. ലക്ഷം ഒന്നല്ല കോടികൾ അതിന്റെ അടിയിലുണ്ട് കുറെ സാധനങ്ങൾ. അവിടെയൊക്കെ പോയിട്ടുണ്ട്. അല്ല കോൺഗ്രസിന്റെ കയ്യിലല്ല. ആ കൊച്ചിനെ വെച്ച് അവര് ആ കൊച്ചിനെ കൊടുത്തേച്ച് പോയിട്ട് കരഞ്ഞു പിരിഞ്ഞല്ലേ. എത്ര നാൾ ആ കൊച്ചിന് കഷ്ടപ്പെട്ട് കരക്കാരുടെ കൊച്ചിന് അന്ന് അവരോട് പറയല്ലേ തള്ളയായിട്ട് അറിയാതെ ഞങ്ങൾ കട്ടെടുത്ത് തന്നാന്ന് അന്ന് പറയാൻ പാടില്ലേ. ഞങ്ങൾ ആ തള്ളാനെ പറ്റിച്ച് ഞങ്ങൾ കട്ടെടുത്ത് തന്നെ ഈ പിണറായിക്ക് പറയാൻ പാടില്ല. അവരോട് നേര് പറഞ്ഞാൽ കൊച്ചുകുഞ്ഞെ കൊണ്ടുപോകില്ലാന്ന്. ലാസ്റ്റ് അവർ കരഞ്ഞു പിരിഞ്ഞ് പോയില്ലേ. ഇതൊന്നും കോൺഗ്രസ് BJP-യുടെ കയ്യിലുള്ളതല്ല. ഇവരുടെ കറ മറ്റുള്ളവർ തേക്കരുത്. അവരുടെ വർത്തമാനം ചീത്തയാക്കരുത്.
ഞാൻ പറയുന്നതാ. പിണ്ടായിട്ടൊക്കെ അറിയാം എന്തിനങ്ങനെ. ഞാൻ ചോദിക്കണം, പിണ്ടായിട്ട മകള് മാസപ്പടിക്ക് പോയി മൊഴിയെടുക്കാൻ കൊണ്ടുപോയി. അന്ന് അസംബ്ലിയിൽ അവർക്ക് കൂടണ്ടായിരുന്നു. റിയാസും വാപ്പാനും കൂടെ പോയില്ലേ മകളെയും കൊണ്ട്. റിയാസ് വാപ്പാനെയും കൂട്ടിക്കൊണ്ട് പോയില്ലേ ബാംഗ്ലൂര്, വാപ്പാനും പോയില്ലേ ചെന്നൈയില്. ഇവിടെ കർണാടക ചെന്നൈയില് എവിടെയെങ്കിലും ആട്ടെ, അവിടെ പോയി മൊഴിയെടുക്കാൻ കൊണ്ടുപോയി. ഞാൻ ചോദിക്കണേ, മൊഴിയെടുക്കാൻ കൊണ്ടുപോയി പിണറായി അന്നത്തെ പരിപാടി കളഞ്ഞ് പാങ്കൊള്ളാവോ? ഇവൻ എത്ര പറയാ. ഇനി ഉടനെ റിയാസിനും ഉണ്ടാവും, വലിയ സ്രാഗിന് എല്ലാം കൂടെ ഒന്നിച്ച് കിട്ടും. ഭരണമൊന്ന് പോയി കിട്ടട്ടെ. ഈ സ്രാഗ് തടിയപ്പോന്നില്ല. അന്നേരം ഇവന്റെ ഗുണ്ടകളൊക്കെ ഉണ്ടല്ലോ, ഒന്ന് മാറിയിക്കേണ്ട സമയം വരും. കോൺഗ്രസിനെ കൊണ്ട് തന്നെ പറ്റിയാല, BJP കൂടിയാല. അല്ല നോക്കിക്കോ, ഞാൻ അങ്ങനെ തന്നെ പറയും. പാർട്ടി നോക്കി പറയുന്നതല്ല, BJP അതിനെ കൊള്ളാം. പക്ഷേ ഈ BJP കയ്യിലല്ല ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസികളൊക്കെ. പിണറായിനെ തൊടുന്നില്ലല്ലോ. അവരോടാത്ത എന്നാന്ന് പറയും. തൊടാത്തെന്ന് പറഞ്ഞാൽ അങ്ങനെ അവർക്ക് വേറെ ഒരു ഉദ്ദേശമുണ്ട്. അത് ഞാൻ പിന്നെ എന്നാലും പിന്നെ ഞാൻ പറയാം. ഇപ്പൊ ഈ അരി കൊടുക്കുന്നുണ്ട് റേഷൻ, അത് പിണ്ടായിട്ട് അല്ലല്ലോ. പിണ്ടായുടെ കൊണ്ടാക്ക് 30 കിലോ, എനിക്ക് 4 കിലോ മാസം. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 30 കിലോ, എനിക്കിപ്പോ മാസം 4 കിലോ. എന്നെ പോലെ ഒത്തിരി പേർക്ക്. ഞാൻ ചോദിക്കണം, അന്ന് 4 രൂപ കൊടുത്താൽ മതി 1 കിലോ ഇറച്ചിക്ക്. ഇപ്പൊ എത്ര കൊടുക്കണം? 400 രൂപ. അരിക്കോ അന്ന് 8 or 10 രൂപ കൊടുത്താൽ മതി. ഇപ്പൊ എത്രയാ? 60 രൂപ. ഉള്ളിക്കോ 100, സവാളയ്ക്ക് 100. അപ്പൊ അന്ന് ഇവര് 1600 തന്നെന്ന് പറഞ്ഞു. അതിന്റെ ഒന്ന് കണക്ക് കൂട്ടി എനിക്ക് തന്നെ. അരി അന്ന് ഞങ്ങൾക്ക് അരി മേടിക്കണ്ട, 100 രൂപ കൊണ്ട് ഒരാഴ്ചത്തേക്ക് എല്ലാം മേടിക്കാം. അപ്പൊ ഇവരുടെ കണക്ക് എങ്ങനെയാ? 1600 നിൽക്കുവോ പറ? 30 കിലോ അരി. അപ്പൊ ഞങ്ങൾക്ക് അന്നൊന്ന് അരി മേടിക്കണ്ടേ? 4 കിലോ അരി കൊണ്ട് ഒരു മാസം കഴിഞ്ഞ എങ്ങനെയാ? അവർ ഒറ്റക്കാർക്ക് 30 കിലോ അരി ഉണ്ട്. എൻ്റെ ആധാർ കൊണ്ടുവരാൻ പറഞ്ഞ് കൊണ്ടുവരാൻ എൻ്റെ ഇത്. അപ്പൊ ഞാൻ ചോദിക്കണേ, മകന് കാർഡുണ്ട്, പെമ്മക്ക് കാർഡുണ്ട്, അമ്മയ്ക്ക് കാർഡുണ്ട്, 30 കിലോ. അതിന്റെ ഉദ്ദേശം അപ്പൊ ഞാൻ കഴിക്കണ കേന്ദ്രത്തിന്റെ അരി കൊണ്ടായിട്ടാ കാണണം. അതേ മറ്റുള്ളവർക്കില്ലേ? അത് എനിക്കറിയണ്ടേ? അത് പറയണം. അല്ലെങ്കിൽ ഞാൻ തെളിവ് കൊടുക്കാന്ന്. ഇവിടെ ഉണ്ടെന്നേ 30 കിലോ ഒറ്റക്കാർ അരി മേടിക്കണ്ടേ? ഞാനും ഒറ്റയാന്ന് വെച്ചോ, എനിക്കും വേണ്ടത്. തിരിച്ചു വ്യത്യാസം കൊള്ളാവോ? അപ്പൊ ഞാൻ ചോദിക്കണേ, ഈ കേന്ദ്രത്തിൽ എല്ലാം പിണറായി എടുക്കുന്നേ. അപ്പൊ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയില്ല എന്ന് പറഞ്ഞു. വയനാട് കോട്ടക്കണക്കിന് കിട്ടിയില്ല. ഈ എന്നാ ആഫ്രിക്കക്കാര് 100 കോടിയാ കൊടുക്കും. അങ്ങനെ ഓരോ രാജ്യം കരുതും. ആകാശം ചെയ്തേ. അതുപോലെ ഇപ്പൊ ഇവര് പറയണ്ടത് ചിരട്ട പൊട്ടിച്ച് പിള്ളേരെ കൊടുക്കണ്ട. അതുപോലെ ആടിനെ പറ്റുമോ? ആകാശത്തിന്റെ കണക്കൊന്നും പറയുന്നില്ല. ഈ കേന്ദ്രം മാത്രം പറയുന്നതിന്. ഈ കേന്ദ്രത്തിന് പിണറായിയുടെ കൊണ്ടുവെക്കും പിണറായിക്കും തന്നെയല്ല അവകാശമുള്ളത്. ഈ പുഴുത്തി അരി ആയിക്കോട്ടെ, ഞങ്ങൾക്കും വേണ്ട ഒരു ഓഹരി. പിണറായിയുടെ ഗുണ്ടകളാ കഴിക്കണേ. 600 രൂപ, 1600 രൂപയുടെ കണക്ക് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ഇവര് അന്ന് 1600, അത് മതി ഞങ്ങക്ക്. ഇപ്പോൾ സാധനത്തിന്റെ വില അരിയോ 4 കിലോ അരി കൊണ്ട് എങ്ങനെ കഴിയും മാസം? ആ കണക്ക് തരണ്ടേ? മാവില്ല, ഒന്നുമില്ല. 4 കിലോ അരി എങ്ങനെ കഴിയും? അപ്പൊ ഇവൻ ഊട്ടിക്കൊണ്ടിരിക്കാന്ന് പറഞ്ഞപ്പോ ഉണ്ടായി ഈ ഗുണ്ടകൾ എവിടെ ഇട്ട് വിട്ടണം? പിന്നെ ഞങ്ങൾക്ക് BJP-ക്കാരും കോൺഗ്രസിന്റെ ഒക്കെ സഹായമുണ്ട്. അതുകൊണ്ടല്ലേ ഞങ്ങൾ കഞ്ഞി കുടിച്ചു പോണേ. അല്ലെങ്കിൽ ഇവരെ തന്നെ നോക്കിയാൽ ഇവിടെ ആള് ബാക്കി ഉണ്ടാകിയല്ല കേരളത്തിൽ. പിന്നെ പിണറായി എന്ന് പറഞ്ഞാൽ ആ കേസിൽ എന്ന് പറഞ്ഞാൽ അവരുടെ ഉദ്ദേശം വേറെ ഉണ്ട്. BJP-ക്കാരുടെ അവര് ഇവരെ സഹായിക്കാനല്ല, 2 കൂട്ടർക്ക് സഹായിക്കും. കുറച്ച് വോട്ട് കിട്ടും. 2 കൂട്ടർക്കും ഇല്ല. എല്ലാം സമ്മതിച്ചു. പക്ഷെ ഈ പിണറായിനെ എങ്ങനെ പിടിച്ച് അകത്താക്കിയിട്ട് നിങ്ങളുടെ കൂടെ വോട്ട് കിട്ടില്ലേ? അല്ല, വേറെ ഒരു കാര്യമുണ്ട്. പിണറായിക്ക് ഇവനൊന്ന് പോട്ടെ ഭരണം, ഞാൻ കാണിച്ചു തരാം. ഇവനൊന്ന് പോയാൽ മതി. അപ്പൊ ഇവന്റെ പോലീസ് കൈവിടൂലോ. പിന്നെ ഇവന് ഈ പോലീസിനെ ആംബുലൻസ് കയറ്റിക്കൊണ്ട് നടക്കുവോ? പോലീസിന് ആംബുലൻസാ കൊടുത്തേക്കണേ, കള്ളക്കടത്തിന് ആംബുലൻസ്. ഈ പെണ്ണുങ്ങൾ തന്നെ താമസിക്കണം. അപ്പൊ ഞാൻ ചോദിക്കണം, ഇപ്പൊ നല്ലൊരു തുക വന്നിട്ടുണ്ട്, കെട്ടി കൂടാതെ പിടിച്ചില്ലേ? അവിടെ എന്റെ പിണറായിട്ട് പോലീസ് അതെന്തിയ പോലീസിന് ചെല്ലണമില്ല എണ്ണണമില്ല. അതെന്താ? അപ്പൊ അത് EP രാജൻ അയച്ചേക്കണതാ. അവന്റെ കാശ് അവന്റെ ഗുണ്ടകളും കൂടി അയച്ചതാ. അത് പിണറായിട്ട് ആളാ. ഇവരെല്ലാവരും അറിഞ്ഞോണ്ട് വന്നതാ. ആ കാശിന് പോലീസ് ഉണ്ടാകിയല്ല, അത് അവരുടെ ആ കാശ് നമുക്കറിയാവില്ല. ഇതും അവിടെ പോലീസ് വരാത്ത തന്നെ അതെന്ന് പറയണ്ടേ? ഇതേ പൊതും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം, മൃഗങ്ങളല്ല. അതുപോലെ തന്നെയാ ഒരു ചർച്ചയ്ക്ക് വന്നിരുന്നു എല്ലാ പാർട്ടിക്കും. ഈ പിണറായിയുടെ ഗുണ്ടകൾ വന്നിരുന്നു എന്നതൊക്കെ പറഞ്ഞു. ചെണ്ടക്കെട്ട് കൂട്ടണം മറ്റൊരു പറഞ്ഞോട്ട് കേൾപ്പിക്കൂല. പുതുപ്പള്ളി പോയി താവോട്ട് പടിയാക്കും. റോഡിന് വീതിയില്ലാന്ന് പറഞ്ഞു റിയാസൊക്കെ. ഈ അരിക്കുമാറൊക്കെ തോമസ് റോഡിന് വീതിയില്ല, അങ്കമ്പാടി കഞ്ഞിയില്ല. തോമസ് ആ ചെണ്ട വെട്ടുകാരൻ, തവല വെട്ടുകാരനെ ഞാൻ പറയണ അവനെ. ആ തവല വെട്ടുമ്പോഴാ അവിടെ കയറി തവല വെട്ടുകാരൻ.
വീതിയില്ല പുതുപ്പള്ളിയില്ല എന്ത് കളിച്ച് വട്ട പൂജയാണ് കിട്ടിയത്. പിറ്റേ ദിവസം ചൂലും കൊണ്ട് പോയി ആ മുറുകൂടി എല്ലാം പറിക്കൊണ്ട് പോയി. അതായത് ആലപ്പുഴയും പോയി പെണ്ടായി പെറ്റ് കിടന്നു, അവിടെ പോയി പ്രസവിച്ച് കിടന്നു. അവിടെയും കുറ്റിയും കൊണ്ട് ചൂലും കൊണ്ട് പോയി. ഞാൻ കണ്ടതൊക്കെ അതിനെ നാണം കെട്ട അവർക്ക് വായത്താളം അടിക്കണേന് വലിയ അവർക്ക് ഞാൻ പറഞ്ഞില്ല പൊക്കാപ്പൊടിയാത്ത ഒരു കൊച്ചിനെ വിറ്റ നാണം കെട്ട കൂട്ടർക്ക് ഇതീ കൂടുതൽ എന്നാ നാണക്കേട് ഇരിക്കണേ. അത് തന്നെയാണ് ചോദിക്കാനുള്ളത്. എനിക്ക് അതാണ് ചോദിക്കുക, എത്ര നാണം കെട്ട ഒരു പാർട്ടി, പൊക്കപ്പടിയാത്ത ഒരു കൊച്ചിന്റെ അമ്മയുടെ അനുവാദം കൂടാതെ വിറ്റ ഒരു പാർട്ടിക്ക് ഇതുപോലെ മറ്റുള്ളവരെ കളിയാക്കാൻ എന്നാരെ ഈ പിള്ളേർ അറിഞ്ഞാച്ചാട്ട് കെട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാൻ അതിന്റെ കാരണന്മാർ നോക്കിയുള്ളേ. ഈ പിണ്ടായുടെ കൊണ്ടുകൾ അഴിച്ചു നോക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ കോളേജിൽ പോണത് ഉണ്ടോ? മജിസ്ട്രേറ്റ് മറിയക്കുട്ടിയമ്മേന്റെ വിശേഷങ്ങൾ ഇവിടെ തുടങ്ങുകയാണ്. ഇനി ദിവസവും കേൾക്കാം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള തെറ്റായ കാര്യങ്ങൾക്കെതിരെ മറിയക്കുട്ടിയമ്മ മജിസ്ട്രേറ്റ് മറിയക്കുട്ടിയമ്മ പ്രതികരിക്കും, അതിനെതിരെ പോരാടും. നമുക്ക് പ്രേക്ഷകർക്കും അതിൽ പങ്കെടുക്കാം. നന്ദി, നമസ്കാരം. നമസ്കാരം.